പേര് ഫാത്തിമ ഷംസു. ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാഫ്രോൺ പിസ്താച്ചിയോ കുൽഫി കേക്ക്. നമ്മളിവിടെ 100 ഗ്രാം ബട്ടർ ഇതിൽ ആഡ് ചെയ്യാം. 3/4 കപ്പ് പൗഡർ ഷുഗർ. ഇത് നമുക്ക് ഇനി ഇതിൽ ചേർക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ. ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് ചേർക്കാം. നമ്മളിതിൽ 3/4 കപ്പ് മൈദ എടുക്കുക. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് അരിച്ചെടുക്കാം. 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടി ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിൽ ചേർക്കാം. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആക്കട്ടെ. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം. ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. 1/4 കപ്പ് പാൽ വേണം. ഇതിലേക്ക് സാഫ്രോൺ. ഇനി ഒന്ന് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് മൈദ ചേർക്കാം. ഇടയിൽ നമ്മൾ സാഫ്രോണിൻ്റെ ഇതും കൂടി ചേർക്കാം. കുറച്ചായിട്ടാണ് ചേർക്കേണ്ടത്. ആദ്യം മൈദ ചേർത്ത് പിന്നെ പാൽ ചേർത്തിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് എന്തായാലും മൈദ തന്നെ ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ കേട് ചേർക്കാം. ഇനി ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്യാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ശരിയാക്കാം. നമുക്ക് മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. $150 ഡിഗ്രിയിൽ നമുക്ക് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുൽഫിയുടെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ഇനി നമ്മൾ ഇതിൽ 2 കപ്പ് പാലെടുക്കും. ഇതിലേക്ക് നമ്മൾ സാഫ്രോൺ ആഡ് ചെയ്യും. ഫാത്തിമ പട്ടാമ്പിക്കാരിയാണ്. സാഫ്രോൺ പിസ്താച്ചിയോ കുൽഫി കേക്ക്. ഓ, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. പിസ്താച്ചിയോ, സാഫ്രോൺ, കുൽഫി ആൻഡ് കേക്ക്. പിസ്താച്ചിയോ സാഫ്രോൺ കുൽഫി കേക്കാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഫ്യൂഷൻ. ഓക്കെ. എന്ത് സ്റ്റേജ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചല്ലോ? ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സാധാരണ അതിൽ എന്ത് ഫ്ലേവറാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ സാഫ്രോൺ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത്. ഓക്കെ, ശരി. ഇത് സാഫ്രോൺ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്യാം. ഇനി ഇത് മിക്സായി വരട്ടെ. ആൽമണ്ട്, കാഷ്യൂ, പിസ്ത നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കാം. ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കോൺഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇനി പാലിൽ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് ഒഴിക്കാം. ഇനി ഇത് കുറുകി വരട്ടെ.
ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കേക്ക് എന്തായി നോക്കാം. ഇനി പിസ്ത സ്പ്രെഡ് നമുക്ക് ചേർക്കാം. കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് മിക്സ് ആക്കാം. കുറച്ച് മിൽക്ക് മേഡും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പിസ്ത പൊടിച്ച് വെച്ച പിസ്ത ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 2 ഡ്രോപ്പ് പിസ്ത മിക്സ് ചേർത്തിട്ടുണ്ട്. കേക്ക് നമുക്ക് ആയി നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. ബട്ടർ ഇതിൽ ചേർക്കാം. 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ഇതിൽ ചേർത്തിക്കുന്നത്. 1/2 കപ്പ് പൗഡർ ഷുഗർ ചേർക്കാം. ഇനി ബീറ്റ് ചെയ്യാം. നല്ലോണം ഫ്ലഫി ആയി വരട്ടെ. കുറച്ച് മിൽക്ക് മേഡ് ചേർക്കാം. ഇത് നമുക്ക് ഇനി ലെയറായി കട്ട് ചെയ്യാം. നമ്മളിത് ലെയർ ചെയ്യാം. സാഫ്രോൺ കുൽഫിയുടെ മിക്സാണ് സാഫ്രോൺ. ഇനി നമുക്ക് ബട്ടർ ക്രീം ചേർക്കാം. നമുക്ക് അടുത്ത സ്പഞ്ചും കൂടി ഓക്കെ. ഇവിടെ ലാസ്റ്റ് സ്റ്റേജിന്റെ ഓക്കെ സെറ്റിംഗ് ആണ് അല്ലേ? ലെയേഴ്സ്. ഇതിപ്പോ എന്തൊക്കെയാണ്? ഫസ്റ്റ് ലെയറിൽ എന്ത് കൊടുത്തേ? സാഫ്രോൺ കുൽഫി. ഓക്കെ. ആൻഡ് സെക്കൻഡ് പിന്നെ പിസ്താഷിയോ പിസ്ത. വിപ്പിംഗ് ക്രീം ആണോ ഇത്? ഇത് നമ്മളെ ബട്ടർ ക്രീം. ബട്ടർ ക്രീം. ബട്ടർ ക്രീമിലെ ചെയ്യണം. ഇതിങ്ങനെ ഫിനിഷിംഗ് ഇങ്ങനെ ആയിരിക്കും ടോപ്പ്? ഫിനിഷിംഗ് അതിന്റെ ഒരു ലെയറും കൂടെ വരുമോ? ഇല്ല, 2 ലെയർ നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നീങ്ങി പോകും. അപ്പൊ പിസ്താഷിയോ ആയിരിക്കും ഇങ്ങനെ ടോപ്പിൽ വരുന്നത്. പിസ്താഷിയോ. പിന്നെ നമ്മൾ ലെയറിൽ ഒന്നും കൂടി ഇതാക്കണ്ട് സാഫ്രോൺ വെച്ചിട്ട്. ഓക്കെ, ശരി. ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക്. പിസ്ത പൊടിച്ചത് നമുക്ക് ലെയറിൽ കൊടുക്കാം. ഫോണ്ടന്റിൽ ചെയ്ത ഫ്ലവറാണ് നമ്മൾ ഡെക്കറേഷന് കൊടുക്കാം. സാഫ്രോൺ ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലെയറിൽ നമുക്ക് നടുവിൽ സാഫ്രോൺ ഇങ്ങനെ വെക്കാം. സാഫ്രോൺ പിസ്താഷിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം.